നമസ്കാരം. പ്രവാസി മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് ഭാര്യയ്ക്ക് അവസാനമായി കാണാനാകാതെ വിദേശത്ത് മരിച്ച നമ്പി രാജേഷിന് കണ്ണീരോടെ വിട. പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ കൂടെ നിന്ന് കരുതാൻ അമൃത ഒരുപാട് ആഗ്രഹിച്ചു. തന്നാലാവും വിധമെല്ലാം പോരാടി. സമരം കാരണം അമൃതയ്ക്ക് പോകാൻ വഴി അടഞ്ഞതോടെ രാജേഷിന് നാളെ നാട്ടിലേക്ക് തിരികെ എത്താൻ ടിക്കറ്റ് എടുത്തു നൽകി. പ്രാർത്ഥനയോടെ കാത്തിരുന്ന കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്കാണ് ഒരു ദിനം മുന്നേ രാജേഷിന്റെ ജീവനറ്റ ശരീരം എത്തിയത്. രാവിലെ 7 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹവുമായി ബന്ധുക്കൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉപരോധിച്ചു. നമ്പി രാജേഷിന്റെ ഭാര്യ പിതാവ് രവി ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്നു. പ്രതിഷേധം കനത്തതോടെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമെന്നും ചർച്ചയാക്കാമെന്നും ഉറപ്പു നൽകി. സംസ്കാരത്തിന് ശേഷം ചർച്ചയാകാമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. നഷ്ടപരിഹാരം ലഭിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടു. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു. എയർ ഇന്ത്യ എക്സ്പ്രസ് മറുപടി പറയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. നമ്പി രാജേഷ് ഒമാനിലെ വാദി കബീർ ഇന്ത്യ സ്കൂളിൽ IT മാനേജറായിരുന്നു. തളർന്നു വീണ് ആശുപത്രിയിലായിരുന്ന നമ്പി രാജേഷിനെ കാണാൻ 7-ാം തീയതിയാണ് അമൃതയും അമ്മയും ടിക്കറ്റ് ബുക്ക് ചെയ്തത്. വിമാനം റദ്ദാക്കിയതിനാൽ 8-ന് പകരം ടിക്കറ്റ് നൽകിയെങ്കിലും ആ വിമാനവും മുടങ്ങി. വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന നമ്പി രാജേഷിനെ സുഹൃത്തുക്കൾ എത്തിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രാണന് വേണ്ടി പിടഞ്ഞ നിമിഷങ്ങളിൽ ഉറ്റവർ ആരെങ്കിലും ഒപ്പമുണ്ടായിരുന്നെങ്കിൽ എന്ന വേദന ബാക്കിയാക്കിയാണ് രാജേഷിന്റെ മടക്കം. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം മൂലം ഭാര്യ അമൃതയ്ക്ക് രാജേഷിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കാതെ വരികയായിരുന്നു. മസ്കറ്റിൽ IT മാനേജറായി ജോലി ചെയ്ത് വരികയായിരുന്നു നമ്പി രാജേഷ്. ഈ മാസം 7-ാം തീയതിയാണ് രാജേഷിനെ ഹൃദയാഘാതം മൂലം ഒമാനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഭാര്യയെ കാണണമെന്ന് അന്ന് തന്നെ ആഗ്രഹം പറഞ്ഞിരുന്നു. ഭർത്താവിന്റെ അടുത്തേക്ക് പോകാനായി അമൃത 8-ാം തീയതി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ടിക്കറ്റ് എടുക്കുകയായിരുന്നു. എന്നാൽ മുന്നറിയിപ്പില്ലാതെ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ ഒമാനിൽ ഗുരുതരാവസ്ഥയിൽ ICUവിലായിരുന്ന ഭർത്താവിനെ കാണാൻ പോകാൻ അമൃതയ്ക്ക് കഴിഞ്ഞില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ മുന്നറിയിപ്പില്ലാതെ പണിമുടക്കിയതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ച നിരവധി യാത്രക്കാർ പ്രതിസന്ധിയിലായിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ നിന്ന് അമൃത തന്റെ അവസ്ഥയെക്കുറിച്ച് പ്രതികരിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. എങ്ങനെയും പോയേ പറ്റൂവെന്നാണ് അന്ന് നിസ്സഹായതയോടെ അമൃത പ്രതികരിച്ചത്. എന്നാൽ അവസാനമായി അമൃതയ്ക്ക് ഭർത്താവിനെ കാണാൻ സാധിച്ചില്ലെന്നതാണ് ഏവരെ വേദനിപ്പിക്കുന്നത്. ഭർത്താവിന് അരികിലേക്ക് ഉടൻ എത്തണമെന്ന് അമൃത കേണു പറഞ്ഞിട്ടും അന്ന് പരിഹാരം കാണാൻ എയർ ഇന്ത്യ അധികൃതർ ശ്രമിച്ചിരുന്നില്ല. ഇനി എന്തുറപ്പു നൽകിയാലും നടപടിയെടുത്താലും അമൃതയുടെ കണ്ണീർ തോരുകയുമില്ല. മൃതദേഹം കരമനയിലെ വീട്ടിലെത്തിയപ്പോൾ കാത്തിരുന്ന ബന്ധുക്കൾക്കരികിലേക്ക് ചേതനേറ്റ ശരീരമായി നമ്പി രാജേഷ് എത്തിയതോടെ കൂട്ടക്കരച്ചിൽ ഉയരുകയായിരുന്നു. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ശാന്തി കവാടത്തിലായിരുന്നു സംസ്കാരം.